വെൽക്കം ടു 7 Day Miracles ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ മറവിൽ നടക്കുന്ന കെണികളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിലെ മാനിപ്പുലേറ്റീവ് സ്വഭാവങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച്. കണ്ണുനീർ എപ്പോഴാ സങ്കടമല്ലാതാകുന്നത്? സ്നേഹം എപ്പോഴാ ഒരു വിലപേശൽ ഉപകരണമാകുന്നത്? ശാസ്ത്രീയമായ ചില സത്യങ്ങളും ലളിതമായ മനഃശാസ്ത്ര തന്ത്രങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാം. 1. ദി സ്ട്രാറ്റജിക് ടിയേഴ്സ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കണ്ണുനീർ ഉപയോഗിക്കുക. ചില സാഹചര്യങ്ങളിൽ കണ്ണുനീർ എന്നത് സങ്കടത്തിന്റെ പ്രകടനമല്ല, മറിച്ച് ഒരു പ്രതിരോധ തന്ത്രമാണ്. നിങ്ങൾ ഒരു ന്യായമായ ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുമ്പോഴോ പെട്ടെന്ന് ഒരാൾ കരയുന്നത് ശ്രദ്ധിക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന ഭാഗം ഇമോഷണൽ പ്രതികരണങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ മാനിപ്പുലേറ്റീവായ വ്യക്തികൾ ഈ വൈകാരിക അവസ്ഥയെ മറ്റുള്ളവരിൽ കുറ്റബോധം ഉണർത്താനായി ബോധപൂർവം ഉപയോഗിക്കും. ഇത് തിരിച്ചറിയാനുള്ള വഴി കരച്ചിലിന് ശേഷം അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് പരിശോധിക്കുക എന്നതാണ്. 2. ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങളുടെ സ്വന്തം ഓർമ്മകളെയും ചിന്തകളെയും സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് ഇത്. നിനക്ക് വെറുതെ തോന്നുന്നതാ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ നിരന്തരം കേൾപ്പിക്കുന്നു. ഇതിന് പിന്നിൽ കോഗ്നിറ്റീവ് ഡിസൊനൻസ് എന്നൊരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ ചിന്തകളും അവർ നൽകുന്ന വിവരങ്ങളും തമ്മിൽ വൈരുദ്ധ്യം വരുമ്പോൾ നിങ്ങൾ മാനസികമായി തളരും. നിങ്ങൾ കാണുന്ന സത്യത്തെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ നിങ്ങളെ എത്തിക്കും. 3. സൈലന്റ് ട്രീറ്റ്മെന്റ്. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം പൂർണ്ണമായി മിണ്ടാതിരിക്കുന്നത് ഒരു ശിക്ഷാരീതിയാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിലെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കും. ശാരീരിക വേദന അനുഭവപ്പെടുമ്പോൾ സജീവമാകുന്ന ഇതേ ഭാഗം തന്നെയാണ് സാമൂഹികമായ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോഴും പ്രവർത്തിക്കുന്നത്. അതായത് മിണ്ടാതിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ശാരീരിക വേദനയ്ക്ക് തുല്യമായ അവസ്ഥയാണ് നൽകുന്നത്. 4. ലവ് ബോംബിംഗ്. ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ അമിതമായ സ്നേഹവും ശ്രദ്ധയും നൽകി നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയായി ഇത്. വേഗം തന്നെ അവർ നിങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ഡോപ്പമൈൻ എന്ന ഹോർമോണിന്റെ അതിപ്രസരം നമ്മുടെ തലച്ചോറിൽ ഒരു ലഹരി പോലെ പ്രവർത്തിക്കും. പിന്നീട് അവർ ഈ സ്നേഹം പിൻവലിക്കുമ്പോൾ അത് തിരികെ കിട്ടാനായി നിങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകും. 5. ഇരയാകാൻ ശ്രമിക്കുക. എപ്പോഴും താനാണ് കഷ്ടപ്പെടുന്നത് എന്ന് വരുത്തി തീർക്കുക. സ്വന്തം തെറ്റുകൾ പോലും സാഹചര്യങ്ങളുടെയോ മറ്റുള്ളവരുടെയോ മേൽ അടിച്ചേൽപ്പിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ വിക്ടിം മെന്റാലിറ്റി എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ അനുകമ്പ പിടിച്ചു പറ്റുന്നതിലൂടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് സാധിക്കും. 6. ചെറിയ കാര്യങ്ങളിൽ പോലും നുണ പറയുക. പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിലും നുണകൾ പറയുന്ന സ്വഭാവം. ഇത് വിശ്വാസ്യത തകർക്കാനുള്ള ആദ്യപടിയാണ്. നുണകൾ ആവർത്തിക്കുമ്പോൾ ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ് വഴി നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അവർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ പലപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടാകും. 7. സോഷ്യൽ ഐസൊലേഷൻ. നിങ്ങളെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മാറ്റാൻ ശ്രമിക്കും. അവർക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് വിശ്വസിപ്പിക്കും. നിങ്ങളെ വൈകാരികമായി ഒറ്റപ്പെടുത്തുന്നതിലൂടെ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകും. മനുഷ്യർ സാമൂഹിക ജീവികളായതുകൊണ്ട് ഒറ്റപ്പെടൽ വലിയ ഭയമാണ് ഉണ്ടാക്കുന്നത്. 8. കുറ്റബോധം അടിച്ചേൽപ്പിക്കുക. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കും. ഉപകാരങ്ങളെ കടപ്പാടുകളാക്കി മാറ്റി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. ഇത് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൈകാരികമായ ചങ്ങലയാണ്. 9. വൈകാരികമായ ബ്ലാക്ക് മെയിലിംഗ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ സർവൈവൽ ഫിയർ ആണ് ലക്ഷ്യം വെക്കുന്നത്. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ ടെൻഷൻ അടിച്ച് അവരുടെ ആഗ്രഹത്തിനായി എന്തും ചെയ്യാൻ തയ്യാറാകും. 10. നിങ്ങളെ താഴ്ത്തി കെട്ടുക. മറ്റുള്ളവരുടെ മുന്നിലോ നേരിട്ടോ നിങ്ങളെ പരിഹസിക്കുകയോ നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ നിയന്ത്രിക്കാൻ മാനിപ്പുലേറ്റർക്ക് വളരെ എളുപ്പമാണ്. 11. വിവരങ്ങൾ മറച്ചുവെക്കുക. സത്യത്തിന്റെ ഒരു ഭാഗം മാത്രം പറയുകയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നു. ഇത് നിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. വിവരങ്ങൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് അധികാര സ്ഥാനം ലഭിക്കും. 12. എപ്പോഴും പരാതി പറയുക. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടെത്തും. ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചോർത്തിക്കളയും. ഇമോഷണൽ കണ്ടാജിയൻ എന്ന പ്രക്രിയ വഴി അവരുടെ നെഗറ്റീവ് മൂഡ് നിങ്ങളിലേക്കും പടരും. 13. ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ. പണം ഉപയോഗിച്ച് നിയന്ത്രിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ പണം അനാവശ്യമായി ചിലവാക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക. സാമ്പത്തിക ഭദ്രത ഇല്ലാതാകുന്നതോടെ നിങ്ങൾ അവർക്ക് കീഴടങ്ങും. 14. തെറ്റായ വാഗ്ദാനങ്ങൾ.
മാറാമെന്ന് പലതവണ പറയുമെങ്കിലും ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന നല്ല പെരുമാറ്റം പ്രതീക്ഷിച്ച് നിങ്ങൾ ആ മോശം ബന്ധത്തിൽ തന്നെ തുടരും. 15. എപ്പോഴും സസ്പെൻസ് നിലനിർത്തുക. അവരുടെ ജീവിതത്തെക്കുറിച്ചോ പ്ലാനുകളെക്കുറിച്ചോ വ്യക്തത നൽകാതിരിക്കുക. നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നതാ അവരുടെ ലക്ഷ്യം. അനിശ്ചിതത്വം മനുഷ്യരിൽ സ്ട്രെസ് ഉണ്ടാക്കും. 16. കമ്പയർ ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വേദനിപ്പിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാക്കും. മറ്റുള്ളവരെക്കാൾ താൻ മോശമാണെന്ന തോന്നൽ അവരെ കൂടുതൽ അനുസരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. 17. പെട്ടെന്നുള്ള മൂഡ് സ്വിങ്സ്. ഒരു നിമിഷം സന്തോഷം, അടുത്ത നിമിഷം കഠിനമായ ദേഷ്യം. ഇത് നിങ്ങളെ എപ്പോഴും ഒരു അലേർട്ട് മോഡിൽ നിർത്തും. എപ്പോഴും അവർക്ക് ദേഷ്യം വരിക എന്ന് പേടിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് പെരുമാറും. 18. അതിരുകൾ ലംഘിക്കുക. നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കുക. ഫോൺ പരിശോധിക്കുക, നിങ്ങളുടെ അനുവാദമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക എന്നതെല്ലാം ഇതിൽപ്പെടും. ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിംഗ് ഹോർമോണിന്റെ പേരിൽ അവർ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം കവർന്നെടുക്കും. 19. ഡ്യുവൽ പേഴ്സണാലിറ്റി. പുറത്തുള്ളവരോട് വളരെ മാന്യമായി പെരുമാറുകയും വീട്ടിൽ ക്രൂരമായി പെരുമാറുകയും ചെയ്യുക. ഇത് മറ്റുള്ളവരോട് പരാതിപ്പെടുന്നത് തടയാൻ സഹായിക്കും. കാരണം അവർ അത്ര നല്ലവരാണെന്ന് ലോകം വിശ്വസിച്ചിരിക്കുന്നു. 20. അമിതമായ ഡിപ്പെൻഡൻസി. ചെറിയ കാര്യങ്ങൾ പോലും തനിയെ ചെയ്യാൻ കഴിയില്ലെന്ന് ഭാവിക്കുക. ഇതിലൂടെ നിങ്ങളുടെ സമയവും ശ്രദ്ധയും പൂർണ്ണമായി അവർക്ക് ലഭിക്കും. നിങ്ങളെ അവരുടെ ഒരു സേവകൻ എന്ന നിലയിലേക്ക് തരം താഴ്ത്തും. മൈ ഡിയർ ഫ്രണ്ട്, ഈ 20 ലക്ഷണങ്ങൾ കേവലം ഒരു വ്യക്തിയെയോ ഒരു ഭാഗത്തെയോ കുറ്റപ്പെടുത്താനുള്ളതല്ല, മറിച്ച് ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും എവിടെയാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും തിരിച്ചറിയാനുള്ള ഒരു വഴികാട്ടിയാണ്. സ്നേഹമെന്നത് ഒരിക്കലും മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള ചങ്ങലയാകരുത്. യഥാർത്ഥ സ്നേഹം സ്വാതന്ത്ര്യമാണ് നൽകേണ്ടത്, ഭയമല്ല. നമ്മൾ കണ്ടതുപോലെ കണ്ണുനീരോ വൈകാരികമായ പിണക്കങ്ങളോ ഒരു ആയുധമായി മാറുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം അധികാരമാണ് വിജയിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിരന്തരമായ മാനിപ്പുലേഷന് വിധേയനാകുന്ന ഒരാളുടെ ബ്രെയിൻ എപ്പോഴും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം മാത്രമല്ല, ശാരീരികമായ പ്രതിരോധ ശേഷിയെ പോലും തകർക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ അതിജീവനത്തിന്റെ ഭാഗമാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 3 പ്രധാന കാര്യങ്ങളാണ്. 1. അറിവ് നേടുക. മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ ഇതിൻ്റെ 50% സ്വാധീനം നിങ്ങളിൽ നിന്ന് ഇല്ലാതാകും. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല എന്ന് സ്വയം ബോധ്യപ്പെടുക. 2. അതിരുകൾ നിശ്ചയിക്കുക. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ട് ആരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. നിങ്ങൾ നിശ്ചയിക്കുന്ന അതിരുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. 3. സഹായം തേടുക. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന തോന്നല മാനിപ്പുലേറ്ററുടെ ഏറ്റവും വലിയ വിജയം. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ പ്രൊഫഷണൽ കൗൺസിലർമാരോടോ സംസാരിക്കുക. പുറത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും സത്യം തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, ആരും പൂർണ്ണരല്ല. നമ്മളിൽ എല്ലാവരിലും ചെറിയ രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് പ്രവണതകൾ ഉണ്ടായേക്കാം. എന്നാൽ അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലോ അവരെ മാനസികമായി തളർത്തുന്ന രീതിയിലോ മാറുന്നുണ്ടെങ്കിൽ അത് ഗൗരവകരമാണ്. ഒരു ബന്ധത്തിൽ നിങ്ങൾ സമാധാനത്തേക്കാൾ കൂടുതൽ ടെൻഷനാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് പുനർചിന്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസവും അന്തസ്സും പണയം വെച്ചുകൊണ്ട് നേടുന്ന ഒരു ബന്ധവും നിലനിൽക്കുന്നതല്ല. സ്വന്തം മൂല്യം തിരിച്ചറിയുക. നിങ്ങൾ അർഹിക്കുന്നത് സ്നേഹവും ബഹുമാനവുമാണ്, നിയന്ത്രണങ്ങളല്ല. ഈ അറിവ് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്നും പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നമ്മൾ ഒന്നിച്ച് വളരേണ്ടവരാ, പരസ്പരം ശാക്തീകരിക്കേണ്ടവരാ. മനഃശാസ്ത്രപരമായ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.